എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സുപ്രീം കായുമായിട്ട് ആ പേടകത്തിനുള്ളിലേക്ക് വരികയാണ്. അപ്പം അവൻ കാണും ഇവിടെയുടെ ഒരുപാട് ചോട്ടാ മോട്ടാ വില്ലന്മാര് അങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വില്ലന്മാരാണെങ്കിൽ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. സുപ്രീം കായാണെങ്കിൽ ഗോഹാനോട് പറയും, നമുക്ക് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, എത്രയും വേഗം ഇവറ്റകളെ കൊന്നുകളഞ്ഞ് നമുക്ക് മുൻപോട്ടേക്ക് പോകണം. വില്ലന്മാരെല്ലാവരും ഇപ്പൊ ഗോഹാനെയും സുപ്രീം കായെ റൗണ്ട് ചെയ്യും. ഗോഹാനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് അവറ്റകളെ എല്ലാം തകർക്കും. അടുത്ത നിമിഷം അവർക്കാണെങ്കിൽ താഴേക്ക് പോകാനുള്ള ഡോറ് അത് ഓപ്പൺ ആവുകയാണ്. ഇപ്പോ സുപ്രീം കായ ആണെങ്കിൽ ഗോഹാനോട് പറയും, ഡാബിഡി അവൻ ശരിക്കും വളരെ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു, അതുകൊണ്ടാണ് വേഗം വേഗം അവൻ ഡോർ തുറന്നു തരുന്നെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അതിലൂടെ അടുത്ത ബേസിലേക്ക് പോകും. ഇവിടെ വെജിറ്റയും ഗോക്കും അവർ രണ്ടുപേരും നല്ല രീതിയിൽ പൊരിഞ്ഞ അട്ടി ഇടി ബഹളം. വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിനെ എടുത്തിട്ടിടിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ ഫൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ വെജീറ്റ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും ഇപ്പൊ ഗോക്കുവിനെ തൂക്കിയെടുത്തെറിഞ്ഞ് അവൻ അച്ചറം പൊച്ചറ അടിക്കുകയാണ്. ഇവിടെ ബാബിഡി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വാവ് വെജീറ്റ, നീ കലക്കി, അങ്ങനെ തന്നെ അവന് ഒരു പാഠം നീ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയും. അവിടെയാണെങ്കിൽ ആ ഒരു മാജിക് ബൂവിന്റെ വലിയ ഗോളത്തിലേക്ക് നോക്കും. പവർ ലെവൽ നന്നായിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ വേഗം പവർഫുൾ ആയി അദ്ദേഹം പുറത്തേക്ക് വരും. അടുത്തതായിട്ട് ഇവിടേക്ക് വരുന്ന വിരുന്നുകാര്, അവർക്ക് നമ്മൾ എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? അതിന് ഡാബ്ര പറയും, എനിക്ക് ഒരവസരം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ അവരെ ഇല്ലാതാക്കാം. ഉടനെ ബാബുഡി പറയും, ഞാൻ അവസരം തന്നു കഴിഞ്ഞു, നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും നിനക്ക് അവരെ ചെയ്യാം. ഗോക്കുവും വജീറ്റയാണെങ്കിൽ നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. വജീറ്റയാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഗോക്കുവിനെ ഒരു മലയുടെ അടുത്തേക്ക് അട്ടിച്ച് തെറിപ്പിക്കും. അവന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി വജീറ്റ താഴേക്ക് നോക്കും. ഗോക്കു ആണെങ്കിൽ താഴെ കിടന്ന് മറ്റൊരു പവർ ഉപയോഗിച്ച് ഇപ്പൊ വജീറ്റയെ ദൂരേക്ക് തെറിപ്പിക്കും. പിന്നെ വജീറ്റയും ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ആ രണ്ട് പവറും അതങ്ങനെ കൂട്ടിമുട്ടുകയാണ്. വജീറ്റ ആണെങ്കിൽ ഗോക്കുവിനോട് ദേഷ്യപ്പെട്ട് പറയും, കാക്രോട്ട്, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. ആ പവർ ആണെങ്കിൽ കൂട്ടിമുട്ടി പൊട്ടി അങ്ങനെ തെറിക്കും. നമ്മുടെ ഗോഹാനും സുപ്രീം കായും അവർ രണ്ടുപേരും ഇപ്പൊ താഴെ വന്ന് ലാൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ആ ഒരു വിസാർഡുള്ള വലിയ കോളം കാണും. ഗോഹാനാണെങ്കിൽ സുപ്രീം കായോട് ചോദിക്കും, ഇതാണോ അത്? അതിനവൻ പറയാം, അതെ, ആ ബിബിഡിയുടെ ശ്രമം കൊണ്ട് ഇത് പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയും വേഗം നമുക്കത് സ്റ്റോപ്പ് ചെയ്യണം. അടുത്ത നിമിഷം ബിബിഡിയും ഡാബറയും അവർ രണ്ടുപേരും പുറത്തേക്ക് വരും. ബിബിഡിയാണെങ്കിൽ സുപ്രീം കായോട് പറയും, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടേക്ക് വെൽക്കം ചെയ്യുന്നു. അതിന് സുപ്രീം കായ് പറയും, നിന്നെ തകർക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ബാബുഡി ആണെങ്കിൽ ശരിക്കും നിന്റെ അച്ഛൻ ചെയ്ത പോലെ മണ്ടത്തരം ചെയ്യാൻ പോവാണോ? നിന്റെ അച്ഛനെ കഴിഞ്ഞും നല്ലൊരു ഗിഫ്റ്റ് അത് ഞാൻ നിനക്ക് തരാം. ഡാബ്രയ്ക്ക് നിങ്ങളുടെ പവർ വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, സോ എത്രയും വേഗം നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് പറയും. അത് കേട്ട് സുപ്രീം കായ് ആണെങ്കിൽ ഇപ്പോ ഗോഹാനോട് പറയും, എത്രയും വേഗം ഇത് തടയണം. അജിബു ഗോകുവിന്റെ പവർ അത് അബ്സോർബ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ വലിയ അപകടമാണ്. സോ ബാബുഡിയുടെ കാര്യം ഞാൻ നോക്കാം, ഡാബ്രയെ നീ തകർക്കാൻ പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഇവിടെ ഗോകു ആണെങ്കിൽ ഒരുപാട് അടികിടിയൊക്കെ കെട്ടി ഒരു മലയിൽ അങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചതുപോലെയല്ല, അവൻ വിട്ടു തരില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിനെ തൂക്കിയെടുക്കും. ശേഷം മറ്റൊരു മലയിലേക്ക് അവനെ തള്ളിയിട്ട് ഇപ്പൊ അവന്റെ പവർ ഉപയോഗിച്ച് ഗോക്കുവിന്റെ ഓരോ ഭാഗത്തും അങ്ങനെ ലോക്ക് ചെയ്യുകയാണ്. എന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? അത് കേട്ട് ഗോക്കു പറയും, നീ ഇങ്ങനെ തീരുമെന്ന് ഞാൻ കരുതിയതല്ല. ഇജാണെങ്കിൽ അവന്റെ മുഖത്ത് അറഞ്ചം പുറഞ്ചം അടിക്കും. ഇത്രയും കാലവും നീ എന്നെ അപമാനിച്ചതിനുള്ള ാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് വജീറ്റ ആണെങ്കിൽ ഗോക്കുവിന്റെ മുഖത്ത് അറഞ്ചം പുറഞ്ചം അടിക്കും. ഇതാ വജീറ്റ ആണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ ഓരോ തവണ നമ്മുടെ ഗോക്കു അവൻ വില്ലന്മാരെ തകർക്കുന്നതും വജീറ്റ അവനൊരു നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നതും അതെല്ലാം അവൻ ആലോചിക്കും. പ്രസന്റ് കാണിക്കും. പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട് പറയും, ഓരോ തവണ നീ എന്നെ അപമാനിക്കുകയായിരുന്നു, വെറും ഒരു പട്ടിയുടെ വില പോലും നീ എനിക്ക് തന്നിട്ടില്ല, എല്ലാവരെയും നീ ഒറ്റയ്ക്ക് തോൽപ്പിച്ച് എന്നെ നാണം കെടുത്തി. സയാം വംശത്തിന് അഭിമാനമാണ് ഏറ്റവും വലുത്, രാജകുമാരൻ അത് ഞാനാണ്, നഷ്ടപ്പെട്ടു പോയ അഭിമാനം അത് വീണ്ടെടുക്കാനുള്ള സമയം അത് ഇതാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ഗോക്കുവിന് നേരെ തിരിയും. ഉടനെ ഗോക്കു അൾട്ടിമേറ്റ് സൂപ്പർ സയൻ പവറിലേക്ക് പോയി ഇപ്പൊ ലോക്ക് ചെയ്തിരുന്ന ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ വലിച്ചു പറിച്ചെടുക്കുകയാണ്. വലിയ പാറകൾ ഉപയോഗിച്ച് ഇപ്പോ വജീറ്റയെ അടിക്കാൻ ഊട്ടി അടുക്കും. വജീറ്റ ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ഗോക്കു ആണെങ്കിൽ വജീറ്റയെ തൂക്കിയെടുത്ത് വലിയൊരു ഗുഹയ്ക്കകത്തേക്ക് ഇടും. അതിനുശേഷം ഗോക്കുവും അതിന്റെ അകത്തേക്ക് വന്ന് ചുറ്റും നോക്കും. വജീറ്റയെ കാണാനില്ല. നീ എവിടെയാണെന്ന് ചോദിക്കുന്ന അതേ നിമിഷം ഒരു പവർ അങ്ങനെ ഗോക്കുവിന് നേരെ വരും. ഗോക്കു ആ പവറിനെ ഡൈവേർട്ട് ചെയ്ത് പുറത്തേക്ക് വിടും. വജീറ്റ നീ എവിടെയാണെന്ന് ചോദിക്കേണ്ട താമസം വജീറ്റ ഗോക്കുവിനെ പുറകിൽ കൂടെ വന്ന് ലോക്ക് ചെയ്യാണ്. അതിനുശേഷം ഒരു കൂർത്ത പാറയ്ക്ക് നേരെ ഗോക്കുവിനെ കൊണ്ടുപോകും. ഗോക്കു അവന്റെ പവർ ഉപയോഗിച്ച് വജീറ്റയെ പുറകിലേക്ക് തള്ളി നീക്കി ഹാമേ ഹാമേ പവർ ഉപയോഗിക്കുകയാണ്. അത് എതിർക്കാനായിട്ട് ഇപ്പൊ വജീറ്റയും അവന്റെ പവർ ഉപയോഗിക്കും. അവരുടെ രണ്ടുപേരുടെയും പവർ അങ്ങനെ കൂട്ടിമുട്ടി ആ ഒരു വലിയ ഗുഹ തകർന്നു പോകും. പിന്നെ തകർന്നു പോയ ഗുഹയ്ക്കകത്തു നിന്ന് അവർ രണ്ടുപേരും പുറത്തേക്ക് വന്ന് വീണ്ടും മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ ഒരു പവർ ലെവൽ ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കായ് ആണെങ്കിൽ ഗോഹാനോട് പറയും, ഏകദേശം ആ പവർ ലെവൽ കംപ്ലീറ്റ് ആവാനായിരിക്കുകയാണ്, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പോവും, അവൻ പുറത്തേക്ക് വരും. സോ എത്രയും വേഗം നമുക്കിവരെ ഇല്ലാതാക്കണം. പിന്നെ ബാബുഡി പറയും, നിങ്ങൾ തിരക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല,
ആദ്യം ഇതിനെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഫൈറ്റ് ചെയ്യാം. കാരണം ബൂ എപ്പോൾ വേണമെങ്കിലും ആളുടെ ഫുൾ പവറിൽ പുറത്തേക്ക് വരാം. ഇവിടെ ഇതിനായിട്ട് ആരെങ്കിലും കണ്ടാൽ മതി ആള് അവരെ ഇല്ലാതാക്കും. സോ തൽക്കാലം ഞാൻ മറ്റൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബാബുടി ആണെങ്കിൽ അവർ നിൽക്കുന്ന ഭാഗം അതങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ്. ഉടനെ ഗൊഹാനാണെങ്കിൽ ചുറ്റും നോക്കും. അവരാദ്യം ഫൈറ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിക്കലോയും മൊട്ടപ്പനും കല്ലായി നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക്. ബാബുടിയാണെങ്കിൽ ഡാബറയോട് പറയും, നീ ആ ഗൊഹാന്റെ കാര്യം നോക്ക്, ഞാൻ ഇവന്റെ കാര്യം നോക്കിക്കോളാം. സുപ്രീം കായ് എന്റെ അച്ഛനെ തുണ്ടെന്നുണ്ടായി വെട്ടിക്കൊന്നതിൽ എനിക്ക് നിന്നോട് റിവഞ്ച് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സുപ്രീം കായ്ക്ക് നേരെ തിരിയും. എന്റെ അച്ഛനെ നീ എങ്ങനെയാണ് കൊന്നു കളഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അച്ഛൻ ഭയപ്പെട്ടതുപോലെ ഞാൻ ഭയപ്പെടാനായിട്ട് പോകുന്നില്ല. ഡബോറ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ പവർഫുൾ ആയിരിക്കും. ഇവിടെ സുപ്രീം കായ് ആണെങ്കിൽ ഡാബുറയും അതുപോലെ തന്നെ ബാബുഡിയെയും സൂക്ഷിച്ചു നോക്കും. ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ബാബുഡിയോടൊപ്പം ഡാബുറ ഉള്ളതുകൊണ്ട് തന്നെ അവന്റെ കോൺഫിഡൻസ് കൂടുതലാണ്. ഇവിടെ ഗൊഹാനാണെങ്കിൽ വല്ലാത്തൊരു ഭയം തോന്നുകയാണ്. ഞാൻ എന്തിനാണ് ഇതുപോലെ പേടിക്കുന്നത്? ഞാൻ ഒരിക്കലും പേടിക്കാൻ പാടില്ല. എത്രയും വേഗം ആ മാജിക് ബൂ പുറത്തേക്ക് വരുന്നത് തടയണം, ഇവരെ ഇല്ലാതാക്കണം. ഗൊഹാനാണെങ്കിൽ വല്ലാത്ത പേടി തോന്നും. ഓ നോ, ഞാൻ എന്ത് ചെയ്യും? അപ്പോഴായിരിക്കും അവന്റെ അച്ഛൻ പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുക. ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ദേഷ്യം അത് പുറത്തേക്ക് കൊണ്ടുവരണം. നിനക്ക് ദേഷ്യം വന്ന നിന്നെ തകർക്കാനായിട്ട് ആരെ കൊണ്ട് കഴിയില്ല. അന്ന് നീ സെലിനെ തോൽപ്പിച്ചതുപോലെ ഇവനെ തോൽപ്പിക്കണം. ഗൊഹാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സെലിനെ തോൽപ്പിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. അതിനുശേഷം പ്രോപ്പർ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ എങ്കിലും എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ പവർ റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സമയം സെലിനെ നശിപ്പിച്ചത് അവന്റെ മനസ്സിലേക്ക് വരികയാണ്. സെൽ അലറിക്കാറി ഗൊഹാന്റെ ഹാമേ പവറിൽ പെട്ട് നശിച്ചടങ്ങി ഇല്ലാതായി. ഇതാ ഗൊഹാനാണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ സൂപ്പർ സയൻ പവറിലേക്ക് പോവാണ്. അത് കണ്ട് ഡാബറാണെങ്കിൽ ഷോക്കാവും. ഇവിടെ വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നന്നായിട്ടുണ്ട്, നീ മറ്റൊരു ലോകത്തേക്ക് പോയി ഇവിടെയായിട്ട് ട്രെയിനിങ് ചെയ്ത് ഇപ്പൊ പവർഫുൾ ആയി മാറിയെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഗോക്കു പറയും, നീ ഒട്ടും നിസ്സാരക്കാരനല്ല, നീയും നല്ല പവർഫുൾ ആയി മാറിക്കഴിഞ്ഞു. ഗോക്കു ആണെങ്കിൽ അവന്റെ പവർ അങ്ങനെ കൂട്ടി കൊണ്ടുവരേണ്ട താമസം. ഇവിടെ ആ ഒരു മാജിക് ബോവിന്റെ പവർ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. സുപ്രീം കായും ഗൊഹാനും അതുകൊണ്ട് ഷോക്കാവും. ഓ നോ, ഒരുപാട് വൈകി പോയെന്ന് ഇപ്പൊ ഗൊഹാനാണെങ്കിൽ സുപ്രീം കായോട് പറയും. ഡാബറയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതിന് ബാബുടി പറയും, അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് എല്ലാ പവറും കിട്ടിയിരിക്കുകയാണ്, എപ്പോ വേണമെങ്കിലും അദ്ദേഹം പുറത്തേക്ക് വരാം. ബാബുടി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഉടനെ സുപ്രീം കായ് ആണെങ്കിൽ ഗൊഹാനോട് ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? ഗോകുവിന്റെ പവർ കൊണ്ട് മാത്രം ഇതെങ്ങനെ കംപ്ലീറ്റ് ആയി? ഇതിന് ഗൊഹാൻ ആണെങ്കിൽ അവനോട് പറയും, ഗോക്കു മാത്രമല്ല വെജീറ്റയും അവർ രണ്ടുപേരും അവരുടെ സൂപ്പർ സയൻ പവറിന് അപ്പുറത്തെ ലെവലിലാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യണേ. അതുകൊണ്ടാണ് ഇത് വേഗം കംപ്ലീറ്റ് ആയത്. നമ്മുടെ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിച്ചിരിക്കുകയാണ്. അവൻ പുറത്തേക്ക് വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇപ്പോ സുപ്രീം കായ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.